ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കടുവയിൽ തങ്ങൾ പള്ളി എന്നാണ് പറയുക എങ്കിലും നമ്മൾ അതിനെ കടുവാപ്പള്ളി എന്നാണ് പറയുക. കടുവാപ്പള്ളിയിൽ പോകുന്നു, തങ്ങളെ കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് കടുവാപ്പള്ളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പം നമ്മൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോയാൽ ഒരു പ്രതികരണത്തിലേക്ക് പോകാം അല്ലേ. തൃത്താലയിലെ വികസനം ചർച്ച ചെയ്യാൻ വെറ്റി ബൽറാമനെ ആദ്യം സംവാദത്തിന് ക്ഷണിച്ചത് താനാണെന്ന് LDF സ്ഥാനാർത്ഥി MP രാജേഷ് പറയുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആദ്യം സംവാദം നടത്തട്ടെ എന്ന് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ ബൽറാം കുടുങ്ങി. ഡീലിന്റെ സംസ്കാരം UDF-ൻ്റേതാണ്. നുണകൾ മാത്രം പറഞ്ഞാണ് LDF-ന്റെ പ്രചാരണമെന്നും അതിനെതിരെ നേര് പറഞ്ഞാണ് LDF മുന്നോട്ട് പോകുന്നതെന്നും MP രാജേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പോൾ തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ എതിരാളി ഇപ്പോൾ താങ്കളെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് സംവാദത്തിന്. അല്ല, അത് മനസ്സിലായില്ല. ഞാനല്ലേ 2 ആഴ്ചയായിട്ട് പുറകെ നടക്കുന്നത് സംവാദത്തിനുണ്ടോ. പിന്നെ എങ്ങനെ എന്നെ ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നത്? ഇതിപ്പോ പിടിച്ച് ഞാൻ അവനെന്നെ കെട്ടി എന്നുള്ള മട്ടിലാണല്ലോ അദ്ദേഹം പറയുന്നത്. അല്പം ലജ്ജ വേണ്ടതാണ്. സംവാദത്തിന് 3 തവണ വിളിച്ചിട്ടാണ് പ്രതികരണം വന്നത്. എന്നിട്ട് ഇപ്പോ വെല്ലുവിളിക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? പ്രധാനമായും ഞാൻ ഏത് സമയം റെഡി, ഞാൻ ഏത് സമയം വരാൻ കാത്തിരിക്കുകയല്ലേ. ഇപ്പൊ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ സംവാദത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഞാനും ആ വെല്ലുവിളി എതിരാളിയോട് സ്വീകരിച്ചത്. അതെ, അദ്ദേഹം അന്ന് രക്ഷപ്പെടാൻ പറഞ്ഞൊരു ഉപാധിയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംവാദം നടക്കട്ടെ, അപ്പൊ ഞാൻ ചെയ്യാമെന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാ. ഇപ്പൊ കുടുങ്ങി. കാരണം മുഖ്യമന്ത്രി ഇങ്ങനെ സമ്മതിച്ചല്ലോ. ഇനി സംവാദം നടന്നാൽ പിന്മാറാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും റെഡിയല്ലേ. കേരളത്തിൽ ഇപ്പോൾ ഒരു ഡീൽ രാഷ്ട്രീയം നിലനിൽക്കുകയാണ്. അതിപ്പോ SDPI ബന്ധപ്പെട്ടുകൊണ്ടാണ് UDF ഉന്നയിക്കുന്നത്. ഇവിടെ SDPI മത്സരിക്കുകയാണ്, എതിരായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ ഡീല് ഉണ്ടാക്കാൻ ഏറ്റവും വിദഗ്ധരാരാ? UDF ആണ്. വടകര ബേപ്പൂർ മോഡൽ ഡീല് കേരളത്തിൽ ആദ്യം സൃഷ്ടിച്ചതാരാ? DK ഹംസയെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ മരിച്ചുപോയ KP ഉണ്ണീഷനെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള അദ്ദേഹം മരിച്ചത്. ഈ 2 പേരെ തോൽപ്പിക്കാൻ കോലീബി സഖ്യം എന്ന ഒരു വാക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിഘണ്ടുവിലേക്ക് സംഭാവന ചെയ്തവരാണ് ഇവർ. അപ്പോൾ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ഡീൽ അവരുടെ സംസ്കാരമാണ്, ഞങ്ങളുടെ സംസ്കാരമല്ലാതെ. എങ്ങനെയുണ്ട് തൃത്താലയിലെ പ്രചരണമൊക്കെ? തൃത്താലയിൽ ഗംഭീരമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താലയിൽ LDF കംഫർട്ടബിളായിട്ട് ജയിക്കും. അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കിവിടെ ഈ കഴിഞ്ഞ 5 കൊല്ലം തൃത്താല മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, അത് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. അതിനെ നേരിടാൻ UDF-ൻ്റെ കൈവശമുള്ളത് നുണകൾ മാത്രമാണ്. നുണകളെ ആശ്രയിച്ചാണ് UDF-ൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നേരുകൊണ്ടാണ് അതിനെ നേരിടുന്നത്. അതാണ് വ്യത്യാസം. എന്തായാലും ആവേശത്തിലാണ് മന്ത്രി MP രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിൽ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.